ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സ് വെജിറ്റബിൾ പുലാവാണ്. ഒരുപാട് പേർക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട അവസ്ഥ ഇഷ്ടംപോലെ വരാറുണ്ട്. അവർക്കൊന്നും കറികളൊന്നും കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ചോറൊക്കെ കഴിക്കലാവും. അപ്പോൾ അവർക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയൊരു ചോറാണ്. ഇതിലേക്ക് ഒരു അച്ചാറോ മീൻ പൊരിച്ചതോ പുളിഞ്ചിയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കപ്പ് വീതം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബൗളിലത്തെ അരി നന്നായി കഴുകി 10 മിനിറ്റ് കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. 2 ടൈപ്പിൽ ഞാൻ ഈ പുലാവ് വേവിച്ചെടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഏതാണ് ഈസി എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. 2 ടൈപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ് കേട്ടോ. ഒരു ബേ ലീഫ്, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, ഒരു ഹാഫ് ക്യാരറ്റ്, ഹാഫ് ക്യാപ്സിക്കം, ഹാഫ് സവോള, ഒരെണ്ണത്തിൽ മാത്രം ഒരു പച്ചമുളക്, മറ്റേതിൽ 2 പച്ചമുളക്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. 2 പച്ചമുളക് ഇട്ടത് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആ രീതിയാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയത്തൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ കുതിർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് അതിലേക്കുള്ള പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ചോപ്പറിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചോപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം. എല്ലാ വെജിറ്റബിൾസും കൂടെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചോപ്പറിലിട്ട് കട്ട് ചെയ്യുന്നത്. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പുറം സ്റ്റൗവിൽ ഒരു പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അളവൊന്നുമില്ല, ഏത് പോട്ടാണ് എടുക്കുന്നത് അതിലൊരു 3/4 ഭാഗത്തോളം വെള്ളം വയ്ക്കുക. അതിലേക്ക് ചോറിലേക്കും കൂടെ കണക്കാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് ഉടയൊന്നും വേണ്ട കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി. അരി ഇട്ടതിന് ശേഷം മൂടി വെക്കരുത്, തിളച്ച് പോകും കേട്ടോ. അരി വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം. നന്നായിട്ട് വെന്ത് ഉടയൊന്നും ചെയ്യരുത്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഞാനൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബേ ലീഫും ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോപ്പറിലുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ചോറിലേക്കുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് വെന്തുടഞ്ഞു പോവുള്ളൂ. അധികം വെന്തുടയാതിരിക്കുന്നതാണ് ടേസ്റ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും സവോളയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവറോ അല്ലെങ്കിൽ മഷ്റൂമോ എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെയും ഓയിലിൻ്റെ ഒക്കെ അളവ് ഓരോരുത്തർക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ. അതിനേക്കാളും കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കുക. ഒരു സവോളൊക്കെ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട്. അതുപോലെ ഓയിലിൻ്റെ അളവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കാം. ജസ്റ്റ് എടുത്തിട്ട് നമുക്കിതൊന്ന് കുടഞ്ഞ് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ടാകുമ്പോൾ ഇത് ആകെ ഉടഞ്ഞു പോവുള്ളൂ. എന്നിട്ടാണ് കുടഞ്ഞ് മിക്സ് ചെയ്യുക. ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അരിയൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ വന്നിട്ട് നിങ്ങൾക്ക് അരി കുതിർക്കാനൊന്നും ടൈമില്ല എന്നുണ്ടെങ്കിൽ നേരെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മിക്കവാറും ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കുന്ന അത്രയും ടൈം മാത്രമേ കുതിർക്കാറുള്ളൂ. കുതിർത്ത് വെക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുതിർക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. 10-20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ ഒട്ടും ടൈമില്ലാത്തവരാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ റൈസ് വേവിച്ച് വെച്ചാൽ മതി. ഇനി ഒലിവ് ഓയിൽ മാത്രമേ വെക്കാൻ പറ്റൂ എന്നുള്ളത് വിചാരിക്കേണ്ട. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രാമ്പും ബേ ലീഫും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പിന്നെ കാണിച്ചില്ല, നേരത്തെ കാണിച്ചതല്ലേ എന്നുള്ളതിൽ കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൽ അരിയിലേക്ക് കൂടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലിട്ടിട്ട് തന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ പോകുന്നു. പച്ചക്കറിയൊക്കെ ഇട്ട ഉടനെ തന്നെ നമുക്ക് അരിയും കൂടെ ഇതിൽ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. പച്ചക്കറി ഒന്നും വേവ് കൂടേണ്ട ഒരു ആവശ്യമില്ല. പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നമ്മൾ 1 കപ്പ് അരിയാണ് ഇപ്പോൾ വേവിക്കാൻ പോകുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ അപ്പുറം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. സിമ്മിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഹാർഡായിട്ട് മിക്സ് ചെയ്യുന്നു വേണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ഹാർഡായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ അടച്ച് വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നേരത്തെ ടൈപ്പും ഈ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കൊഴുപ്പ് നമ്മൾ കളഞ്ഞു, ഇതിലെ കളഞ്ഞിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളകിന് പകരം കുരുമുളക് പൊടി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ ലഞ്ച് ബോക്സിനും ടിഫിൻ ബോക്സിലൊക്കെ ആക്കുന്ന സമയത്ത് ഇതിലെ ഗ്രാമ്പു ഏലക്കൊക്കെ വേണ്ടാത്തവർക്ക് എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.